കണ്ണൂരിൽ ലീഗ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംഘർഷം ഇതിന്റെ വിശദാംശങ്ങൾ നൽകാൻ ജോഷില ചേരുകയാണ്. ജോഷില, ഏത് സാഹചര്യത്തിലാണ് സംഘർഷം ഉണ്ടായത്? ഇപ്പോഴും സംഘർഷം തുടരുന്ന അവസ്ഥയിലാണോ? സുരേഷ്, ലീഗ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കവെയാണ് അല്പസമയം മുൻപ് സംഘർഷമുണ്ടായത്. ഒരു സംഘം ലീഗ് പ്രവർത്തകർ കൺവെൻഷനെത്തി പ്രതിഷേധമുയർത്തുകയായിരുന്നു. കണ്ണൂരിലെ മണൽക്കടത്ത് കടവുകൾ അടച്ചുപൂട്ടിയതിൽ നേതൃത്വം വേണ്ട രീതിയിൽ ഇടപെട്ടില്ലെന്ന് ആരോപിച്ചാണ് അല്പസമയം മുമ്പ് പ്രതിഷേധവും തുടർന്ന് സംഘർഷവും ഉണ്ടായത്. മറ്റൊരു കാര്യം കൂടി ഇതിൽ നിന്നും വ്യക്തമാവുകയാണ്. ലീഗ് നേതൃത്വത്തിന്റെ അറിവോടെ പാമ്പുരുത്തി അടക്കം വളപട്ടണം പുഴയിൽ അനധികൃതമായി മണലെടുപ്പ് നടക്കുന്നതിനെതിരെ വൻ പ്രതിഷേധമുയർന്നിരുന്നു. ഇത് ലീഗ് നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് മണലെടുപ്പ് നടക്കുന്നത് എന്നുള്ളതിനെതിരെയാണ് ഈ പ്രതിഷേധമുയർന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉയരുന്ന പ്രതിഷേധം ലീഗ് നേതൃത്വവും ഈ അണികളും തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സംഘർഷത്തിലേക്ക് നയിച്ച കാര്യം എന്ന് പറയുന്നത് ഇതിൽ ലീഗ് നേതൃത്വം വേണ്ട രീതിയിൽ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവാക്കാനും മണൽക്കടത്ത് വീണ്ടും തുടരാനുമുള്ള ഇടപെടൽ വേണ്ട രീതിയിൽ നടത്തിയില്ല എന്നുള്ള ഒരു കാര്യത്തിലാണ്. അതായത് അന്ന് തന്നെ CPIM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അനധികൃത മണൽക്കടത്ത് കേന്ദ്രങ്ങൾ പൂട്ടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കടവ് യാത്രകളടക്കം സംഘടിപ്പിച്ചിരുന്നു. തുടർന്ന് കലക്ടറും അതുപോലെ തന്നെ ഹരിത ട്രിബ്യൂണലും അടക്കം ഇത്തരത്തിൽ ഒരു കടവുകൾ അടച്ചുപൂട്ടണം എന്ന ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. അതേസമയം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു മണൽക്കടത്ത്, അനധികൃതമായ മണൽക്കടത്ത് തുടരാനാവാത്തത് അത് ലീഗ് അണികളെയാണ്, ലീഗ് പ്രവർത്തകരെയാണ് ഏറെ ബാധിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് കണ്ണൂരിൽ.